ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ഡേ 5 ഓഫ് അവർ സെൽഫ് ലവ് ജേർണി. ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് ലവ് ആൻഡ് ഡിസിപ്ലിൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു സെൽഫ് ലവിൽ എങ്ങനെ ഡിസിപ്ലിൻ വരിക? ഓക്കെ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതിൽ എങ്ങനെ സെൽഫ് ലവ് ഇൻവോൾവ് ആകുമെന്ന്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെൽഫ് ലവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ പോയി കാണുക. ഞാൻ വീണ്ടും പറയാം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു ഉറച്ചായ വിശ്വാസം. ഓക്കെ, അപ്പം നമ്മളൊരു സ്കെഡ്യൂൾ പ്ലാൻ ചെയ്തു. ഓക്കെ, എക്സസൈസിന് വേണ്ടി സമയം മാറ്റി വെച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏത് ഫ്രണ്ടിൻ്റെ കോൾ വന്നാലും ഓക്കെ ജസ്റ്റ് എടുക്കുക, ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞ് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്ത് തരം ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഓക്കെ വന്നാലും, ഇപ്പോൾ കുട്ടികൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി എന്ന് പറഞ്ഞാൽ അല്ല, അപ്പോൾ ഓടിച്ചെന്ന് അവർക്ക് സെർവ് ചെയ്യാതെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക, സോ ദാറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്യണ സമയം നിങ്ങളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റണത്. ഓക്കെ, അപ്പോൾ വേറെ എന്ത് റെസ്പോൺസിബിലിറ്റി ആ സമയത്ത് വന്നാലും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന ടൈം വിട്ടുകൊടുക്കരുത്. അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഇതുകൊണ്ട് എന്താ നിങ്ങളെ പ്രൂവ് ചെയ്യുന്നത്? നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ കമ്മിറ്റഡ് ടൈം ഓക്കെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ? നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് എസ്പെഷ്യലി അമ്മമാർ ഗിൽട്ട് അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, കൊച്ചു കുട്ടികളാണെങ്കിൽ അവരുള്ള സമയത്ത് ഫുൾ ടൈം അവരുടെ കൂടെ ആയിരിക്കണം. അല്ല, അവർക്ക് കുറച്ച് നേരം കളിക്കാൻ കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കുക, അതിൽ വായിക്കുക, നിങ്ങൾക്ക് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഡിസിപ്ലിൻ നിങ്ങളുടെ സെൽഫ് ലവിൽ കാണിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ നേരത്തെ എണീക്കാന്ന് കമ്മിറ്റ് ചെയ്ത് അവർ 5:30 എന്ന് പറഞ്ഞാൽ 5:30, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കൺസിഡർ ചെയ്യും. പിന്നെ നിങ്ങളോട് എന്ത് പ്രോമിസ് ഉണ്ടാക്കിയില്ല അത് ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പാണെന്ന് പറഞ്ഞ് അത് പ്രാവർത്തികമാക്കാൻ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തന്നെ പ്രോഗ്രാം ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വയ്ക്കണം. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും ആ 15 മിനിറ്റ്സ് നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിറ്റുവേഷൻ ആവാൻ പാടില്ല. എന്തെങ്കിലും തുടങ്ങുക, പിന്നെ നിർത്തുക, പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക, പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യണം. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാനും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനും അത് സ്വയം നിങ്ങളെ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കണം, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കണം. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നിങ്ങളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷമാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയോ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിന് നിങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കരുത്. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ജോബിന് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ട് തന്നെ, പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളെ മാറ്റി വയ്ക്കരുത്, ഇഗ്നോർ ചെയ്യരുത്, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ പ്രയോറിറ്റിയിൽ തന്നെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ മടി വരുമായിരിക്കും. എന്തിനാണ് ഞാൻ ഇത്ര നേരത്തെ എണീക്കണം, അല്ലെങ്കിൽ എന്തിനാണ് ഡെയിലി എക്സസൈസ് ചെയ്യണത്, നിങ്ങളൊരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തിനാണെന്നുള്ളതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിനുള്ള റീസൺ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ലേസിനെസ്സും പ്രൊക്രാസ്റ്റിനേഷനും ഒക്കെ താനെ വഴി മറന്നു പോയിക്കോളും. ഓക്കെ, അപ്പോൾ നോ യുവർ വൈ എന്നാണ് പറയുക. അപ്പോൾ എന്തിനാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ബോഡിക്ക് ലൈറ്റായി ഫീൽ ചെയ്യാനും, നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിൾ ആവാനും, ഹെൽത്തി ആവാനും, അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ഇടാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ ഇനി മസിൽ ഒഴിച്ച് വയറൊന്നും അകത്തേക്ക് വലിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ചിലർക്ക് അങ്ങനെയൊക്കെയാണ് പ്രശ്നം, എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വൈ കൊണ്ട്? അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സ് വേഗം കയറാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ഡെയിലി എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എക്സസൈസ് ചെയ്യണോണ്ട് എന്തൊക്കെയാണ് ഗുണമെന്ന് നിങ്ങൾ നല്ലോണം ഒന്ന് ഡ്രിൽ ചെയ്യുക നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്നിട്ട് മടി തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ 5 സെക്കൻഡ്സിനുള്ളിൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്ത് വേഗം
എന്താ എക്സസൈസിങ് ഷൂസോ വാക്കിംഗ് ഷൂസൊക്കെ ഇട്ട് എക്സസൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളോട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അത് സെൽഫ് വർത്തും സെൽഫ് ട്രസ്റ്റും എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും പ്രാക്ടീസ് ചെയ്യാത്തവർ അത് ചെയ്യുക. എന്നിട്ട് വീഡിയോൻ്റെ താഴെ ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് ചെയ്യാൻ പോണ പ്രാക്ടീസിന് നിങ്ങളുടെ കോമെൻറ്റ് ബോക്സിൽ ഡിസിപ്ലിൻ, ഓക്കെ, ഐ വിൽ ബി ഡിസിപ്ലിൻഡ് എന്ന് കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.